ആ പ്രതിരോധത്തിന്റെ ശബ്ദമാകാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും ആദ്യം തന്നെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കേരള മോഡൽ പ്രതിരോധം നമുക്കറിയാം. ഈ സംഘപരിവാർവൽക്കരണത്തിനെതിരെ കേരള മോഡൽ പ്രതിരോധം രാജ്യത്താകമാനം SFIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ സമരസപ്പെടാതെ ഈ പോരാട്ടത്തിന് നേതൃത്വമായി മാറിയിരിക്കുകയാണ്. ഏതൊക്കെ നിലയിൽ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും വലിയ നിലയിൽ അതിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ നിലയിൽ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. കേരള സർവകലാശാല, കേരളത്തിനകത്ത് വിവിധ സർവകലാശാലകൾ വിവിധ ഗ്രേഡിങ്ങിൽ, NAC ഗ്രേഡിങ്ങിൽ, NIRF ഗ്രേഡിങ്ങിൽ, അതോടൊപ്പം തന്നെ വിവിധ നിലയിൽ പരിശോധിക്കുമ്പോൾ രാജ്യത്തിന് തന്നെ മാതൃകയായി ലോകത്തിനാകമാനം തന്നെ ശ്രദ്ധ നേടുന്ന നിലയിലേക്ക് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച 100 ക്യാമ്പസുകൾ എടുത്താൽ ആ 100 എണ്ണത്തിൽ 13 എണ്ണം കേരളത്തിലെ ക്യാമ്പസുകളാണ്. ആ കേരളത്തിലെ 13 ക്യാമ്പസുകളിൽ നിന്ന് സമരവുമായി എത്തിയ വിദ്യാർത്ഥികളാണ്. ഇവിടെ ആ 13-ൽ ഉൾപ്പെടുന്ന ഒരു ക്യാമ്പസാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്. അത് ഉൾപ്പെടുന്ന മറ്റൊരു ക്യാമ്പസാണ് വഴുതക്കാട് വിമൻസ് കോളേജ്. ആ നിലയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ കുതിച്ചുനാട്ടം നടത്തുമ്പോൾ എന്തിനാണ് ഈ ഗവർണർ ഈ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? മറ്റൊരു കാരണവുമില്ല. കാരണം രാജ്യത്തെ കേരളത്തിലെ തൊഴിലാളിയുടെ മകൻ, കർഷകരുടെ മകൻ, മത്സ്യത്തൊഴിലാളിയുടെ മകൻ അല്ലെങ്കിൽ കർഷകരുടെ മക്കൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നുപോകാൻ സാധിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നിലയിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള തൊഴിലാളിയുടെ മക്കൾക്ക് ഒന്നും ഇപ്പോഴും സ്വപ്നം കാണുന്ന നിലയിലേക്കാണ് അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല. പക്ഷേ കേരളത്തിലോ രാജ്യത്തിനാകമാനം തന്നെ മാതൃകയായി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറി. അവരെ ഭയപ്പെടുത്തുന്നതാണ് അവരുടെ വിചാരധാരയാണ്, അവരുടെ താത്വിക ഗ്രന്ഥങ്ങളാണ്. കാരണം അവരുടെ താത്വിക ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് പിന്നോക്കക്കാരന്, അവർ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ജനങ്ങളെ മനുഷ്യരായി പോലും കാണുന്നില്ല, ദളിതനെ മനുഷ്യരായി പോലും കാണുന്നില്ല. കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന്, ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് കർഷകരുടെയും തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നു. അതാണ് പ്രത്യയശാസ്ത്രപരമായ രീതിയിൽ അവരെ പ്രകോപിപ്പിക്കുന്നത്. ആ നിലയിൽ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ അവർക്കെതിരെ വിരൽ ചൂണ്ടുന്നതാണ് അവരെ പ്രകോപിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.